റിപ്പബ്ലിക് ദിനം ആഘോഷമാക്കി പ്രവാസ ലോകവും. ഭാരതത്തിൻ്റെ 77ാമത് റിപ്പബ്ലിക് ദിനം ഗൾഫ് രാജ്യങ്ങളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുടെയും കോൺസുലേറ്റുകളുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഗൾഫ് രാജ്യങ്ങളിലെ വിവിധ എംബസികളിലും കോൺസുലേറ്റുകളിലും രാവിലെ മുതൽ തന്നെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. അബുദാബി ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതി ദീപക് മിത്തൽ പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ അദ്ദേഹം പ്രവാസികൾക്കായി വായിച്ചു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ രാവിലെ 7 മണിക്ക് കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയ പതാക ഉയർത്തിയതോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം കോൺസുൽ ജനറൽ വായിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക വാണിജ്യരംഗത്തെ പ്രമുഖരും സാധാരണക്കാരും തൊഴിലാളികളും വിവിധ സ്കൂൾ വിദ്യാർത്ഥികളുമെല്ലാം കോൺസുലേറ്റിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്തു. ദേശഭക്തി ഗാനങ്ങൾ അടക്കമുള്ള കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. Let me take this opportunity to wish every Indian living in India and across the world, and especially in UAE, a very happy 77th Republic Day. It's a great moment of great honor and pride for us to celebrate it this year, being the 150th anniversary of Vande Mataram, our national song. ഒമാനിലെ ഇന്ത്യൻ എംബസിയിൽ എംബസി ചാർജി അഫയേഴ്സ് താവിഷി ബഹാൽ പാണ്ഡെ പതാക ഉയർത്തി. മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. റിപ്പബ്ലിക് ദിനം സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസിയിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നൂറുകണക്കിന് പ്രവാസികൾ, പ്രവാസി ഭാരതി സമ്മാൻ ജേതാക്കൾ, എംബസി ഉദ്യോഗസ്ഥർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങി 500ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ദേശീയ പതാക ഉയർത്തി. ഖത്തർ, കുവൈത്ത് തുടങ്ങിയ വിവിധ ഗൾഫ് രാജ്യങ്ങളിലും ആഘോഷങ്ങൾ അരങ്ങേറി.